ഹായ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാനാണേ കാവ്യലക്ഷ്മിയാണ്. നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കാം. അതൊന്ന് കണ്ടേച്ചു വരാം. എനിക്കാണെങ്കിൽ തീരെ വയ്യ. പനിയുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കെന്നാൽ ആ പാചകത്തിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം അമ്മ കുറച്ച് ചക്കക്കുരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തോരൻ വെക്കണം. അതിനുള്ള പരിപാടിയാണ്. കുറച്ചൊക്കെ ചക്കക്കുരു വന്ന് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ അരിഞ്ഞെടുക്കണം. നല്ല ചക്കക്കുരുവാണ് കേട്ടോ. കേടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ചിലത് നമുക്ക് ചക്കക്കുരു കിട്ടിക്കഴിഞ്ഞാൽ കേടും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ നല്ലതാണ് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ പോലെ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണല്ലേ. എല്ലാ വീടുകളിലും എപ്പോഴും ഒന്നില്ലെങ്കിൽ ചക്ക കഴിച്ചത് അതൊരു പ്രത്യേകത അല്ലേ. ഒരു സമയം എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും മലയാളികളൊന്നുമില്ല, എല്ലാവർക്കും ഒരുവിധം ചക്കയും മാങ്ങയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു 4-5 പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ അത് കാറ്റൊക്കെ വീശിനെ പ്രമാണിച്ച് പേടിച്ചിട്ട് അത് വെട്ടിക്കളഞ്ഞു. പിന്നെ പറഞ്ഞ കാരണം ഒരു 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 പ്ലാവ് വെറുതെ വെട്ടേണ്ടിയിരുന്നില്ല. അതൊക്കെ മരം വെട്ടാൻ വന്നാൽ അത് കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പ്ലാവ് വെട്ടിച്ചു. ആ പ്ലാവ് വെട്ടിച്ചപ്പോൾ എനിക്ക് കേടൊന്നുമില്ല. പുറമെ കാണുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഉള്ളിലോട്ടൊന്നും യാതൊരു വിധ കേടും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ജലദോഷം. എൻ്റെ മുന്നോ ഇന്നലത്തോട് തുടങ്ങി തൊണ്ടവേദന, ഭയങ്കര തൊണ്ടവേദന വെച്ചാൽ ഭയങ്കര തൊണ്ടവേദന. സ്ട്രെയിൻ എടുക്കാനായിട്ട് പറ്റണില്ല വെച്ചാൽ തൊണ്ടയിൽ നിന്ന് ശബ്ദം എടുക്കണമെങ്കിൽ ഭയങ്കര വേദന, ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് മെഴുക്കുവരട്ടിക്ക് അരിയുമ്പോൾ ഇങ്ങനെ നീളത്തിലിങ്ങനെ ചെറിയ കഷ്ണമാക്കി നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ചക്കക്കുരു മാത്രമല്ല, ചക്കയുടെ എന്താ പറയുക, ചക്ക കൊണ്ട് കുഴയ്ക്കും. നമ്മൾ ഇടിയഞ്ചക്ക വരുമ്പോൾ അത് വേറെ ഒന്ന്. അതല്ലാതെ ഇടിയഞ്ചക്കയുടെയും പഴുത്ത ചക്കയുടെ ഇടയിലുള്ളൊരു ഒരു കണ്ടീഷൻ ഉണ്ട് ചക്കയ്ക്ക്. ആ ഒരു കണ്ടീഷനിൽ നമ്മളത് കുഴയ്ക്കും. നല്ല രസമാണ്, നല്ല ടേസ്റ്റ് അല്ലേ കുഴച്ചിട്ട് അതിൻ്റെ കൂടെ മീൻകറി കൂട്ടി കഴിക്കാൻ. എൻ്റെ പൊന്നോ, വയറ് വെള്ളം ഉറങ്ങും ഇത് പറയുമ്പോൾ തന്നെ. കാലം മറന്നു. മറ്റേത് എപ്പോഴും നമ്മുടെ വീട്ടിൽ ചക്കയും പ്ലാവൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും അതെ, ഈ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ഏത് നേരം അത് തന്നെയാവും കേട്ടോ. ഇടിയഞ്ചക്കയും ചക്ക കുഴച്ചതും ചില്ലറ നല്ല കഴിച്ചിട്ടുള്ളത്. 5-6 പ്ലാവ് ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്ലാവിലൊക്കെ നിറയെ ചക്ക. എന്തൊരു വലിയ ചക്ക ഉണ്ടാവുമെന്നറിയോ, നല്ല വലിപ്പമുള്ളതുണ്ടാവുക. അപ്പോൾ ഈ ചക്ക നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ പ്ലാവൊക്കെ ആകുമ്പോൾ മുകളിൽ നിന്ന് താഴ്ചയിലോട്ട് വീഴുമ്പോൾ മോട്ടറിൻ്റെ ഓസും അതുപോലെ അവിടെ വല്ല പാത്രമോ ചരിവോ വന്നിരിക്കണമെങ്കിൽ ചളിങ്ങി പോവും. വലിയ സൈസുണ്ട് ചക്ക. അപ്പോൾ അതെന്ന് വെച്ചാൽ മരം ഈ ചക്ക ഇടുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ കുറച്ചൊക്കെ വന്നിടും, കുറച്ച് നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിർത്തും, ബാക്കിയുള്ളതൊക്കെ ഇട്ടുകൊണ്ടു. പ്ലാവ് ശരിക്കും മുറിച്ച് മരം വെട്ടി അങ്ങനെ കൊടുത്തതിന് ശേഷം സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മളാകെ പെട്ടു. നമുക്കൊരു ചക്ക പോലും നമുക്ക് കഴിക്കാനില്ലാത്ത അവസ്ഥ. അയ്യോ, ഭയങ്കര വിഷമമാണ്. ഞാൻ കുറേ അധികം വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് മരം വെട്ടുന്ന സമയത്ത് തന്നെ ഞാൻ ഭയങ്കര ഇതായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാറ്റൊക്കെ പിടിച്ചിട്ടാണ്. അങ്ങനെയാണ് വെട്ടിയത് കേട്ടോ. ഇപ്പം ഞാൻ പ്ലാവ് അവിടെ ഇടയ്ക്ക് ആയിട്ട് കുറേ പ്ലാവ് നമ്മൾ ചക്ക അവിടെ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ നമ്മൾ കഴിച്ചിട്ട് കുരു കളയില്ലേ, അങ്ങനെ കുറച്ച് അവിടെ ഇടയ്ക്ക് പ്ലാവ് തൈ കളിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വലുതായി വരട്ടെ. പിന്നെ ഞാൻ വിയറ്റ്നാം പ്ലാവ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പ്ലാവ് വെട്ടില്ല. വിയറ്റ്നാം ആകുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, അധികം ഹൈറ്റ് പോവില്ല. ചെറിയൊരു ലിമിറ്റഡ് നമുക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയല്ലേ അവരുടെ ഹൈറ്റ് പോവുള്ളൂ. പ്ലാവുകളൊക്കെ ഒരുവിധം നല്ല ഉയരത്തിലാണ്. ഇപ്പോൾ ഇതൊരു കൂഴപ്ലാവുണ്ട്, പക്ഷേ അത് നമുക്ക് പറിക്കാൻ പറ്റില്ല. ഭയങ്കര ഹൈറ്റില്ല. ഭയങ്കര ഹൈറ്റില്ല വെച്ചാൽ ഭയങ്കര ഹൈറ്റില്ല. നമുക്ക് എങ്ങനെയായാലും നമുക്ക് കയറാൻ പോയിട്ട് ഒന്നിനും പറ്റില്ല. ഇങ്ങനെ നോക്കി നിൽക്കാം. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ചക്ക താഴെ വീഴും. കിളികളോ അണ്ണാനോ ഒക്കെ കൊത്തിയിട്ട് നന്നായി പഴുത്ത് കഴിയുമ്പോൾ താഴെ വീഴും. ചിലപ്പോൾ ഇവരൊന്നും കൊത്താതെ കിട്ടുന്ന നല്ല ചക്കകളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം അളിഞ്ഞ് കിളികൾ കൊത്തിയിട്ടാണ് കിട്ടുക. ഇന്നിപ്പോൾ അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ്
നമുക്ക് ചക്കയില്ല എന്നറിയുന്ന കാരണം കുറച്ച് ചേച്ചിമാർ കൊണ്ടുതരും. അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ആദ്യമേ ചക്കയും എന്താ പറയുക പ്ലാവൊക്കെ ഇഷ്ടമുള്ള ഉള്ള സമയത്ത് നിറയെ. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവർക്കും നമ്മൾ കൊടുക്കുമായിരുന്നു കേട്ടോ. അതിന് പകരമായിട്ട് നമുക്കിപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. കുറേയൊക്കെ ഇതേ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അരിയണം. കൈ മുറിയത് ഇങ്ങനെ അരിയുമ്പോൾ നമ്മളറിയില്ല, ബ്ലേഡ് പോലെ നമ്മുടെ കൈ ചിലപ്പോൾ മുറിഞ്ഞു പോകും. എന്താ അരിഞ്ഞിട്ട് തോരൻ വയ്ക്കുന്നത് കാണിക്കാതെ. ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ചക്കക്കുരു അരിഞ്ഞതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രം. അരിഞ്ഞെടുത്ത ചക്കക്കുരു നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലിങ്ങനെ വെള്ളത്തിലിട്ട് വേണം കൊടുക്കുക. ചക്കക്കുരു അരിഞ്ഞുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീരുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. തേങ്ങ അതേ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. നമ്മുടെ തിരിങ്ങുന്നതിന് പകരം ഇതിങ്ങനെ ചെറിയ പീസാക്കി എടുക്കും തേങ്ങ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. തിരിങ്ങുന്നതിന് പകരമേ ഇതിങ്ങനെ ചെയ്താൽ എളുപ്പം. തിരിങ്ങുമ്പോൾ എളുപ്പമാണ്. ഇപ്പം തിരിങ്ങുന്ന ഇതൊന്നും കാണാനില്ല. അപ്പം പിന്നെ ഇങ്ങനെ ഇപ്പം ചെയ്യാറ്. ചെറിയ ചെറിയ കഷ്ണമാക്കി ഇതിൽ ഇങ്ങനെ അരിയുമ്പോഴേ ചെറിയ കഷ്ണമാക്കി ഇടണം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. കുറേയൊക്കെ ചതയും, കുറച്ചൊന്നും ചതയില്ല. പരമാവധി ചെറിയ കഷ്ണമാക്കി ഇടാൻ പറ്റുകയാണെങ്കിൽ ചെറിയ കഷ്ണമാക്കി ഇടാൻ അത്രയും നല്ലത്. പിന്നെ പലതും പല രീതിയിലായിട്ട് ചതഞ്ഞു പോകും. ഇത് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. നമുക്ക് വേഗം പണി തീരും. എത്ര? ഒരു സവോളയാ? ഒരു സവോളയല്ലേ എടുത്തേ? ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് ഈ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ്. പച്ചമുളക് വേണ്ടതിലേക്ക്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 2 എണ്ണം എടുത്താൽ മതി. എരിവില്ലാത്താണെങ്കിൽ ഒരു 4 എടുത്താലും ഒന്നും കുഴപ്പമില്ല. ഇത് നല്ല പഴുത്ത കാന്താരിയായിരുന്നു. നമ്മുടെ വയലറ്റ് മുളകിൻ്റെ വരെ ഉണ്ട് കേട്ടോ. ഞാനത് കുറച്ച് വിത്തിന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളമുളകും ഉണ്ടായിരുന്നു. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാവേ. ദേ നമ്മുടെ തേങ്ങ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഈ ഒരു പരുവേ. ഇനി വെള്ളത്തിലിരിക്കുന്ന ചക്കക്കുരു നന്നായി ഒന്ന് കഴുകിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് കൊണ്ടുവന്ന തേങ്ങാപ്പീരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില, പച്ചമുളക്, സവോളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഞവടിയെടുക്കണം. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ പറയുക. കളിയാക്കല്ലേ അറിവിനി. സമയം ഉണ്ടെങ്കിൽ 1 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് ഇറങ്ങിയിട്ടേ. സമയമില്ലാത്തൊരു നേരെ എടുത്ത് കടുക് വറുത്തിട്ട് അതിട്ടാൽ മതി. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കലം ഒന്ന് ഇറക്കി വയ്ക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഈ ചട്ടി വേഗം അടിയിൽ പിടിക്കും. ഇതേണ്ട വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടേ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഈ ചട്ടിയിൽ. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ആ ചട്ടി തന്നെ അങ്ങനെ വെള്ളം കഴുകിയിട്ട് അങ്ങനെ ഇവിടെ ഒഴിച്ച് കൊടുക്കാം. ചക്കക്കുരു ഒന്ന് വേവണ്ടേ, നന്നായി ഒന്ന് ഇളക്കിയിട്ട് പൊത്തിയിട്ട് കൊടുക്കാം.
നാരങ്ങയപ്പം ഞാൻ വിചാരിച്ചു ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. എന്നാലും ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട് ക്വാണ്ടിറ്റി. ചക്കക്കുരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്, നല്ലതാണ്. ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചക്കക്കുരൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഈ തോരൻ വെക്കാൻ തോന്നും. ഒന്ന് വേവാനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം, അപ്പം അത് വേഗം വെന്ത് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്, ചോറ് എന്ന് വെച്ചുമ്പോൾ എനിക്ക് പേടിയാണ്. കയ്യിലായത് കാരണേ എനിക്ക് എപ്പോൾ ഊറ്റിയാലും തെന്നിക്കൂല, കാരണം പേടിയാണ്, നേരെ മേത്തോട്ടാന്ന് അറിയുക. അടുപ്പത്ത് വെച്ചിരിക്കുന്ന തോരൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണേ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ ചക്കക്കുരു വേവുകയും ചെയ്യും, നമ്മൾ അറിയില്ല. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുകയും, ഇടയ്ക്കൊന്ന് നോക്കണേ. കുറച്ചും കൂടെ ഒന്ന് വേവണം. ഒട്ടും ഇതായിട്ടില്ല. ഈ ചട്ടിയാണെങ്കിൽ സൈഡ് ഇങ്ങനെ പിടിക്കും. നല്ല ചട്ടികൾ ഇങ്ങനത്തെയാണല്ലോ, നോൺ സ്റ്റിക്ക് അല്ല, അല്ലാതെ ഉള്ളത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഇറങ്ങിയൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒരെണ്ണം മേടിച്ചു, അതിങ്ങനെ ആഗ്രഹിച്ച് മേടിച്ചതാണ്. അത് നല്ല അടിപൊളി ചട്ടിയാണേ. ഞാൻ ആ മേടിച്ച ചട്ടി അടുത്ത വീഡിയോയിലോ എപ്പോഴെങ്കിലും ആയിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഈ തോരൻ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. തോരനും തുറന്നൊക്കെ എൻ്റെ മൂടൊക്കെ ചൂട് വഴണ്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. ആ വെള്ളം ഉള്ള കാരണം വേഗം ആവുന്നുണ്ട് കേട്ടോ. ചട്ടി ഇതേ കണ്ടോ, ഈ സൈഡ് കണ്ടോ, അറിയില്ലേ? ഒന്നും കൂടെ പൊത്തിയിട്ട് വേവാനായിട്ട് വെക്കാം. ചക്കക്കുരുവല്ല, നല്ല വേവുണ്ടല്ലോ. അതുപോലെ ഇന്നലെ തൊട്ട് തൊണ്ടവേദന ഇതൊക്കെയാണ്. അപ്പോൾ ശരി, വെള്ളം എടുത്തിട്ട് മരുന്ന് കഴിക്കട്ടെ. ഓക്കെ, ഓരോ നോക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാവേ. നമ്മൾ ചക്കക്കുരു ഇങ്ങനെ ചെറുതാക്കി അരിയുന്ന കാരണം അത് വെന്ത് ഭയങ്കരമായിട്ട് ഇതാവും. അപ്പം നമ്മൾ ഒന്നും തൊടാത്ത രീതിയിൽ വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അപ്പം നമ്മൾ വേവ് കൂടിപ്പോവും, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ലേ അരിഞ്ഞത്. അപ്പം അതിന് മുന്നേ ഗ്യാസ് നിർത്തണം. ഇതാണ് കേട്ടോ നമ്മുടെ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചക്കക്കുരു തോരൻ വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണേ. നല്ല അടിപൊളിയായിട്ട് ഐറ്റമാണേ. കിടന്നു അമ്മയ്ക്ക് തോരനാക്കി വയ്ക്കട്ടെ, കറി വെക്കട്ടെ ജിസ്റ്റമ്മയ്ക്ക് കേട്ടോ. അമ്മ ചോറാക്കി വെച്ചിട്ടുണ്ട്. ചോറും കറിയും നിറയ്ക്കണം. ചൂട് കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ സുഖം. കൈ മാറ്റ്, വെള്ളം നിറച്ച് കൊടുക്കട്ടെ അമ്മയ്ക്ക്. ചൂടുള്ള എല്ലാവർക്കും ഇപ്പോൾ തൊണ്ടവേദനയും പനിയും ഇതിൻ്റെ ഒക്കെ തുടക്കം പോലെ. പെട്ടെന്ന് എന്താണാവോ അറിഞ്ഞൂടാ. വെള്ളം നല്ല ചൂടാ. ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാം. അമ്മയുടെ ബാഗിലെടുത്ത് വയ്ക്കട്ടെ.
ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ പേജിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.